ഇത് 2007 മോഡൽ, 27 വരെ പേപ്പറുണ്ട്, സെക്കൻഡ് ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ. ആ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. കമ്പനി സർവീസ് കൊണ്ടു. 2012 വണ്ടിയാണ്. 2012 സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് റീപ്ലേസ് ഒന്നുമില്ല. 2007 മോഡൽ, 2027 വരെ പേപ്പർ, 4ാമത്തെ ഓണർഷിപ്പ്, 1,70,000 കിലോമീറ്റർ. 2006 മോഡൽ ലെക്സ്. AC പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി കണ്ടീഷനാണ്, വേറെ സീറ്റോർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു വണ്ടി പ്രത്യേകത ഉണ്ട്. എന്താണ് ഇത് 2,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏത് വർഷം? 2010 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നെടുമങ്ങാട് മൂന്നുപാലം എന്ന് പറയുന്ന ഭാഗത്ത് ഇന്നായ കാസിലാണ് വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞൊരു 3-4 ദിവസം മുമ്പ് വീഡിയോസ് ചെയ്തിരുന്നു. വണ്ടികൾ പോയി, പിന്നെ 3-4 ബുക്കിംഗ് ആയി കിടക്കുന്നു. അപ്പോൾ പുതിയ സ്റ്റോക്ക്, ഓണം പ്രമാണിച്ചുള്ള പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരു 40,000 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉതകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അതിലുപരി നമ്മുടെ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. ഒരുപാട് പേർക്കും വലിയ പേരായി പോയി. അതുകൊണ്ട് സനുവേ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം കുറച്ച് നാളായിട്ടുണ്ട്. പക്ഷേ ഞാനതിങ്ങനെ മുഖവിലയിൽ എടുക്കാതെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാറ്റണ്ട പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ അപ് ടു ഡേ ഓട്ടോ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഓർത്ത് പറയാൻ വയ്യ. അപ്പോൾ ഇന്നലെ ഞാൻ പോയ ഷോപ്പിലാണ് എന്നോട് പറഞ്ഞത്, നിൻ്റെ പേരറിയാവുന്നതുകൊണ്ടാടാ ഞാൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ ചാനലിൻ്റെ പേരറിയില്ലെന്ന്. അതൊരു ചീത്തപ്പേരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാനലിൻ്റെ പേരും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ ഗിയർ മാസ്റ്റർ എന്ന പേരിലാണ് നമ്മുടെ ചാനൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അപ് ടു ഡേ വ്ളോഗ്സ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഗിയർ മാസ്റ്റർ എന്ന രീതിയിൽ നോക്കുക. അപ്പോൾ കിട്ടുമായിരിക്കും. നമ്മൾ ആ പേര് ഇടുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കിട്ടുമായിരിക്കും. അപ്പം അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്ന പുതിയ സ്റ്റോക്ക് വണ്ടികൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. അതിലുപരി 40 രൂപ 50 രൂപയുടെയൊക്കെ വണ്ടികളാകുമ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു 10-15 രൂപയെങ്കിലും കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാൻ വരാൻ. ചെറിയ എന്തെങ്കിലും കംപ്ലയിൻസുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു പൈസ ചെറുതായിട്ടെങ്കിലും കയ്യിലുണ്ടാവുക. ഒരു 40 രൂപയുടെ വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ 55 രൂപ മനസ്സിൽ കാണുക. എന്നിട്ട് നിങ്ങൾ വന്ന് വണ്ടി നോക്കുക. അപ്പം വന്ന് ചെക്ക് ചെയ്ത് വണ്ടി എടുക്കുമ്പം 40,000 രൂപയ്ക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുന്നു. എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ട്, 2 ടയർ മാറണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേഞ്ച് മാറ്റണമെങ്കിലോ ഒക്കെ വേണമെങ്കിൽ മാറുമ്പോൾ നിങ്ങൾക്കൊരു 10,000 രൂപ ആവുന്നുള്ളെങ്കിൽ അപ്പം നിങ്ങൾ ലോട്ടറി. അപ്പോൾ നിങ്ങൾ 55 പ്രതീക്ഷിച്ചിട്ട് 50 ആയോളൂ എന്ന് ചിന്തിക്കാം എന്ന് പറയുന്ന പോലെ ഒരു 15 രൂപ കൈ വെച്ചിരുന്നാൽ ഇത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് കൊണ്ടുപോകാം. വണ്ടിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് പോകാം. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം നല്ല വണ്ടികളാണ് ഇത്തവണ വന്ന് കിടക്കുന്നതെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറേ കൂടിയൊക്കെ ബെറ്റർ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ നോക്കാം. കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കംപ്ലയിൻസ് ഉണ്ടെന്ന് തന്നെ പറയും. അതുകൊണ്ട് അതൊന്നും നോക്കണ്ട, അത് അങ്ങനെ തന്നെ പറയുള്ളൂ. അപ്പം നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. ഇത് 2011-12 വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. എന്ത് ഓടിയിട്ടുണ്ട്? 1,07,000. 1,07,000 കിലോമീറ്റർ. അല്ല, 1,19,000 കിലോമീറ്റർ എടുത്തു എനിക്ക്. 19 ഓടിയോ? ഓക്കെ. ഫോർമാറ്റൊക്കെ അടിച്ച വണ്ടിയാണ്. തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഡോർ പാഡൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. 2011-12 മാസത്തെ വണ്ടി. ഓക്കെ. ആക്സിഡൻ്റൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് ഉണ്ട് വണ്ടി? ടയേഴ്സ് 4 പുതിയ ടയറുണ്ട്. റീപ്ലേസ് ഇല്ല. ഓക്കെ. എത്ര ചോദ്യം? 80 രൂപ. 80 രൂപ ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് 80 രൂപ. ബാർഗനിങ് ഇല്ല. 2012 വണ്ടിയാണ്. 2012 സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട്? റീപ്ലേസ് ഒന്നുമില്ല. ഗ്ലാസ്, ബോണ്ട്, ബമ്പർ ഒന്നുമില്ല. ഈ വണ്ടിയുടെ അകം കുറേ കൂടി വൃത്തിയുണ്ട്, നല്ല വൃത്തിയാക്കിയിട്ടേക്കാണ്. ഇത് പെട്രോൾ അല്ലേ? ഡീസൽ. സീറ്റ് കവറായിട്ട് ചെയ്തില്ല, നോർമലാണ്. 2 ഡോർ പവർ വിൻഡോസ് ഇല്ലേ? നിലവിൽ AC കാര്യം മാത്രം നോക്കി, വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല വണ്ടിക്ക്. AC വർക്ക് ചെയ്യില്ല? AC വർക്ക് ചെയ്യില്ല. ഞാൻ നോക്കിയില്ല, കൊണ്ടുപോയി നോക്കണം. എന്താണ് അത് മാർക്ക് ശരിയായി കൊടുക്കൂ? ശരിയാക്കണമെങ്കിൽ ശരിയായി കൊടുക്കാം. എൻ്റെ പൈസ അഡീഷണൽ ആവും. ഓക്കെ. ഇപ്പം എത്ര ചോദിക്കുന്നത്? 55 രൂപ. 55,000. ഓക്കെ. വണ്ടി വൃത്തിയുണ്ട്, കുഴപ്പമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. പുറമെ ബോഡി പക്ക ക്വാളിറ്റി വണ്ടി. എൻജിൻ സൈഡൊക്കെ വേറെ നിലവിൽ വേറെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം ടയേഴ്സും കിടപ്പുണ്ട്. തീരെ മോശം ടയേഴ്സല്ല, അത്യാവശ്യം കിടപ്പുണ്ട്.
ചെറിയ പാച്ച് വർക്ക് പരിപാടികളുണ്ട്, ചെറിയ തോതി ഇവിടെ അത് പഴക്കം വണ്ടി സാധാരണ നോർമൽ വരുന്ന ഒരു ചെറിയ പാച്ച് വർക്കേ ഉള്ളൂ. ഇത് 2007 മോഡൽ, 27 വരെ പേപ്പറുണ്ട്, സെക്കൻഡ് ഓൺഷിപ്പ്, 90,000 കിലോമീറ്റർ. ആ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. കമ്പനി സർവീസ് കൊണ്ട്. കമ്പനി സർവീസാ? ഓ, അപ്പോൾ ജനുവിനാണ്. ഫോളോ പവർ വിൻഡോസ് ആണ്. ഇതിന് സ്റ്റീരിയോയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇളക്കിയേക്കാണ്. വെച്ച് കൊടുക്കൂ? വെച്ച് കൊടുക്കും. ഓക്കെ. ഡോർ പാഡൊക്കെ നല്ല വൃത്തിയുണ്ട്. VXI ആണ്. VXI. ഓക്കെ. വലിയ സ്ക്രാച്ച് കാണുന്നില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ അതിൻ്റെതായ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെയുള്ള തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഓരോ കാണാൻ വണ്ടി ഒരു വൃത്തി മെനയൊക്കെ ഉള്ളൊരു വണ്ടി. എത്ര ചോദിക്കുന്നത്? 1.4. എല്ലാ ടയറും ഒരുവിധം ടയേഴ്സ് ഉണ്ട്, തീരെ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. വലിയ സ്ക്രാച്ച് കണ്ടില്ല. അതാ ഇവിടെ മാത്രം ചെറിയൊരു പരിപാടിയുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എൻജിൻ സൈഡൊക്കെ പക്കയല്ലേ? AC കാര്യങ്ങളെല്ലാം എല്ലാം വർക്കിങ്. ഓക്കെ. വേറെ അപകടങ്ങളൊന്നുമില്ല, കംപ്ലൈൻറ്റും ഇല്ല, വേറെ ഒന്നുമില്ല. ഇത് 2012 സിംഗിൾ ഓണർ ബീറ്റ്, 97,000 കിലോമീറ്റർ. LT ഓപ്ഷനാണ് കേട്ടോ. ടോപ്പ് എൻ്റെ ആണ്. ഓ, LTZ അല്ല, LT. അലോയ്സ് ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഇതിൽ സ്റ്റീരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും ഇളക്കിയിട്ടില്ല. പക്ഷെ മറ്റേതിനകത്ത് അതില്ല. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് അടിച്ച വണ്ടിയാണ്. അത് LS, ഇത് LT. അതാണ് വ്യത്യാസം. ഒറ്റ ഓൺഷിപ്പാണ് കേട്ടോ. ഒറ്റ ഓണറാ? ആ, സിംഗിൾ ഓൺഷിപ്പ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ഡോറ് ടൈറ്റ് ഉണ്ടല്ലോ, എന്താ സംഭവം? ഡോറ് എടുക്കായിട്ടിരുന്നതിൻ്റെ പ്രശ്നം കാര്യം അങ്ങനെയുള്ള. ഇതിനകത്തും വലിയ പോറല കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഫ്രണ്ട് ടയറും ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു ഫൈനൽ ഒരു 63 രൂപയ്ക്ക് കൊടുക്കാം. ഫ്രണ്ട് ഗ്ലാസ് കംപ്ലൈൻ്റ് ആയിരുന്നു, ഞാൻ ഇപ്പോൾ മാറി വേറെ ഗ്ലാസ്. അത് ഇടിച്ചു മാറിയതല്ല, ഇങ്ങനെ അല്ലാതെ ചില്ലായതാ. ഗ്ലാസ് മാറി. ഓ, 2002 വണ്ടി, 2027 വരെ പേപ്പറുണ്ട്, പുതിയ ടയർ കിടപ്പുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഫുൾ ഓപ്ഷൻ ആട്ടോ. AC ഒക്കെ വർക്ക് ചെയ്യും? ഓ, AC നോക്കണം. AC വർക്കിംഗ് എല്ലാം നോക്കണം. അല്ല, ക്ലിയർ ചെയ്ത് കൊടുക്കൂ. ഓ, ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പൈസ അഡീഷണൽ ഇല്ല, നിലവിലുള്ള കണ്ടീഷനിലുള്ള കാര്യങ്ങൾ റേറ്റാണ് പറയണല്ലേ. ഫ്ലോർ മാറ്റൊക്കെ അഡ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും കുഴപ്പമില്ല. സിപ്പ് ഡ്രൈവ് പ്ലസ് ആണ് വണ്ടി. ഓക്കെ. സീറ്റ് കവേഴ്സായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ല, ഉറപ്പാണേ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. സെക്കൻഡ് ഓണറാണ്. അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു പാച്ച് വർക്കുണ്ട്. എത്ര ചോദിക്കുന്നത്? എത്രയാ? 40 രൂപ. 40 രൂപ. 40 രൂപയ്ക്ക് സാൻഡ്രോ. അല്ല, ഇവിടെ ഒരു ചെറിയൊരു പാച്ച് വർക്കിനുള്ള പരിപാടിയുണ്ട്, ഒരു പൊട്ടൽ പോലെ, അല്ല വേറെ ഒന്നും കണ്ടില്ല. ഇത് 2008 വണ്ടി, 28 രൂപ പേപ്പറുണ്ട്. പെട്രോൾ ആണേ. പെട്രോൾ ടയർ അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. കിലോമീറ്റർ എന്താ ഓടി? കിലോമീറ്റർ എത്ര ഓടിയാണ്? കിലോമീറ്റർ 1 ലക്ഷം എബോ നോക്കിയാൽ മതി. ഓക്കെ. കിലോമീറ്റർ ജെനുവിനല്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ച വണ്ടിയാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഡോർ പാഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 39 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക. 39 രൂപ. 40 രൂപ തികച്ചായിട്ടില്ല. ഡോറൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വണ്ടിക്ക് കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഡോർ പാഡ് ആ രീതിയിലൊക്കെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ ഓക്കെയാണ്. ടയർ കണ്ടീഷൻ ആവറേജ് ടയർ കണ്ടീഷൻ കാര്യങ്ങൾ കിടപ്പുണ്ട്. ബാക്ക് ടോപ്പിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വണ്ടിയാണ്. സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. 39 രൂപയ്ക്ക് കൊടുക്കാൻ നിൽക്കുന്ന വണ്ടി. ചെറിയ പാച്ച് വർക്ക് പരിപാടികളുണ്ട് ചെറിയ തോതിൽ. വേറെ വലിയ അപാകതകൾ കാര്യങ്ങൾ കണ്ടില്ല. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. 2007 മോഡൽ, 2027 വരെ പേപ്പർ, 4ാമത്തെ ഓൺഷിപ്പ്, 1,70,000 കിലോമീറ്റർ. ഡീസലാ? ഡീസൽ CRDI. ഡീസൽ.
ബാക്ക് ടയർ മുട്ടയാണ്, ബെർണയാണ് വണ്ടി. ഈ ടയർ മാറി കൊടുക്കൂ? ഇല്ല, കിടക്കുന്ന ഓൺ കണ്ടീഷൻ. ടയർ മാറണമെങ്കിൽ മാറി കൊടുക്കാം. പൈസ കൊടുത്താൽ മാറാൻ പറ്റാത്ത എന്ത് കാര്യമാണ്? അങ്ങനല്ല, നീ പറയാൻ പോകുന്ന വിലയിൽ ടയർ മാറി ഇല്ല, ഈ കാണുന്ന കണ്ടീഷനിലുള്ള വിലയാണ് പറയുന്നത്. ഈ വണ്ടി ഒരുവിധം വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനകത്തൊന്നും കംപ്ലയിൻസ് ഇല്ല. ഡോർ പാഡൊന്നും കുഴപ്പമില്ല. ബാക്ക് ടയർ മുട്ടയാണ്, മുട്ട. അത് മാറേണ്ടി വരും. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വലിയ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി ഒരുവിധം വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്ക് ഫൈനൽ ഒരു 67,000 രൂപ കൊടുക്കാം. ഈ പേര് മാറാളെല്ലാം പൈസ അഡീഷണലാണ്. ഇത് 2007 മോഡൽ സ്കോർപിയോ. 2027 വരെ പേപ്പറുണ്ട്. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്. ഓണർഷിപ്പ് 5. ടയർ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. വണ്ടിക്കകം ഒരു ആവറേജ് കണ്ടീഷൻ എന്ന് പറയാം. ഒരു ചെറിയ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. 4 പവർ വിൻഡോസാണ്. ബാക്ക് AC വെൻ്റ് വരുന്ന മോഡലാണ്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് തന്നെ നോക്കിയാലും അങ്ങ് വലിയ മോശമെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഒരു ആവറേജ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഫ്ലോർ മാറ്റൊക്കെ അടിച്ച വണ്ടിയാണ്. അത്യാവശ്യം ആ രീതിയിലെല്ലാം വൃത്തിയുണ്ട്. വേറെ തുരുമ്പ് പ്രശ്നങ്ങളൊന്നും നടന്നില്ല. ഇവിടെ ഇത്തിരി കൂടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ കണ്ടില്ല, ഈ ഭാഗങ്ങളിലൊന്നും കാണുന്നില്ല. വോയിസ് മെയിൽ എല്ലാം വരുന്ന ടൈപ്പാണ്. നോക്കിയാലൊക്കെ ഒരു ആവറേജ് ലെവലിൽ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് ടയർ ആവറേജ് ടയറാണ്. ഫ്രണ്ട് ടയർ പുത്തൻ ടയറായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ പാച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരിതുണ്ട്, അല്ലാതെ വേറെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. നോക്കട്ടെ, എത്ര ചോദിക്കുന്നത്? എത്രയാ ഇത്? നമുക്ക് 138 ലാസ്റ്റ് കൊടുക്കാം. 135? 138. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പേര് മാറാനുള്ള പൈസ എല്ലാം അതിൽ ഇൻവോൾവ് ആണ്. എല്ലാം അതിൽ കയറി വരും. കുറച്ച് റീപെയിൻറ്റ് പരിപാടികളുണ്ടല്ലേ, പുട്ടിയിട്ട് വെച്ചേക്കുവാ? അത് ക്ലിയർ ചെയ്യാണ്ട് ചെറിയ പെയിൻറ്റിങ് വർക്ക്, ചെറുതായിട്ട് മേജറായിട്ടുള്ള ഇല്ല. ഭാഗങ്ങളിൽ കുറച്ച് പുട്ടിയുടെ പരിപാടികൾ ചെയ്യാനുണ്ട്. ഇവിടെ അത് ഇട്ടിട്ടുണ്ട്, പക്ഷെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഈ സൈഡിലും കുറച്ചുണ്ട്. 138 അല്ലേ? 138. കാരണം ഈ ഒരു വണ്ടി പ്രത്യേകതയുണ്ട്. എന്തിനാണ് ഇത്? 2,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏത് വർഷം? 2010 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ടയർ ആവറേജ്. ബ്ലാക്ക് കളർ. എന്തോ അഡീഷണൽ ഫിറ്റിങ്സ് എന്തോ പറഞ്ഞല്ലോ, എന്തോ ഇത്? ഫിറ്റിങ്സ് പുതിയ സീറ്റോറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റീരിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സീറ്റ് കവേഴ്സൊക്കെ ചെയ്തേക്കുന്നത്. ഇത്രയും കിലോമീറ്റർ ഓടി എന്ന് പറയുന്നുണ്ടെങ്കിലും വണ്ടി കാണാൻ നല്ല കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് നല്ല പക്കയായിട്ട് ഉണ്ടാകുന്ന ഒരു പാർട്ടി വണ്ടിയാണ്. അത് കാണാനുണ്ട്, നല്ല വൃത്തിയായിട്ട്. അതാണ് ഇത്രയും കിലോമീറ്റർ ഓടിയ കേട്ടോ. ഓക്കെ, 4 പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. പുതിയ ന്യൂ ഷേപ്പ് ബമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ആരോ സൂക്ഷിച്ച വ്യക്തിയുടെയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ബാക്ക് സൈഡ് നോക്കിയാലും ആ രീതിയിൽ തന്നെയാണ്, നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ ബാക്ക് ടയർ മുട്ടയാണ്, ടയർ മാറണം. ഡോർ പാഡൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് അങ്ങനെയുള്ള ഒന്നുമില്ല. ഓക്കെ, എത്ര ചോദ്യം? എത്രയാ? നമുക്ക് 55,000 രൂപ കൊടുക്കാം. പെട്രോൾ ആണേ, പെട്രോൾ LT സെഡ്. LT. മൈലേജ് പറയാൻ പറഞ്ഞാൽ ഇപ്പോൾ എത്ര പറയാൻ ഒരു എനിക്ക് അങ്ങനെ പറയാനുള്ള രീതിക്കില്ല. ഈ 10-20 കിട്ടുമെന്ന് തോന്നുന്നു. അതിനകത്ത് കിട്ടും. 10, 12, 15 പെട്രോൾ വണ്ടിയല്ലേ. 15-20 നോക്കിയാൽ മതി. ഇതിൻ്റെയൊക്കെ പേപ്പറിന് എത്ര നാളുണ്ട്? പേപ്പറിന് ഒരു 3 മാസം കൂടെ വരുള്ളൂ. ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ടുണ്ട്. ടാക്സ് റീടെസ്റ്റ് കാണിച്ചാൽ മതി. അത് ആ ക്വാളിറ്റി ഉണ്ട് വണ്ടി. വണ്ടി മെക്കാനിക്കലെല്ലാം കംപ്ലൈൻറ്റ് കുറവാണ്. ഒരു നിലയിലൊരു പണിയില്ല. 12,000 അടുത്ത് AC പണിതിട്ടുണ്ട്. 2010 മോഡൽ വണ്ടിയാണേ. വണ്ടി ഏതാന്ന് പറയണം, അറിയണ്ടേ? 2010 മോഡൽ ഫിയറ്റ് ലിനിയ. ഉണ്ട്, ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ. കിലോമീറ്റർ എന്താ ഓടി? കിലോമീറ്റർ 1,20,000. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസ് ഉണ്ടേ, മൊത്തം കമ്പനി സർവീസ്. ഇപ്പോൾ തൊട്ടും അടുത്ത് കമ്പനി സർവീസ് ചെയ്യുന്നത്. ഓക്കെ, അന്ന് വന്നപ്പോൾ എനിക്ക് വണ്ടിയുടെ അകം കാണിക്കാൻ പറ്റിയില്ല. ഡോർ പാഡൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. വണ്ടി കാണാൻ കൊള്ളാം. ബാക്ക് സൈഡ് നോക്കിയാലും സീറ്റ് കവേഴ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല, ആ രീതി വൃത്തിയാണ്. ടയേഴ്സ് ബാക്ക് നല്ല ടയർ കിടപ്പുണ്ട്. നല്ലൊരു അലോയ് വീലുണ്ട്. ചെറിയ പെയിൻറ്റിങ് വർക്കിനുള്ള പരിപാടികൾ കിടപ്പുണ്ട്. എത്ര ചോദ്യം? എത്ര? ഇത് പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ് എടുത്ത് 80 രൂപ കൊടുക്കാം. ഇപ്പം നിലവിൽ ടാക്സ് ഇൻഷുറൻസ് അവരെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 56 രൂപയ്ക്ക് അവർ നമുക്ക് കൊടുക്കാം. അവരെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 56 രൂപ കൊടുക്കാം.
ഓക്കെ, ഇതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ? പേപ്പേഴ്സ് ഈ വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. ഈ വർഷം ലാസ്റ്റ്, അതായത് ഡിസംബറിൽ തീരും. 2006 മോഡൽ LX. AC പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി കണ്ടീഷനാണ്, വേറെ സീറ്റോർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3. 3. വണ്ടിക്കകം തരക്കേടില്ല. 1 ലക്ഷം കിലോമീറ്റർ ആയില്ല. ഈ പവർ വിൻഡോ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് അഡീഷണൽ ചെയ്തതാണ്. AC മാത്രമേ ഉള്ളൂ, പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത ടൈപ്പാണ്. പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ക്രോം വരുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റിങ്സ് തന്നെ ഒരുപാട് പൈസ വരെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാൽ സീറ്റ് ഹൗസൊക്കെ കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദ്യം? എത്ര ഇത് നമുക്കൊരു ഫൈനൽ 58,000 ലാസ്റ്റ് കൊടുക്കാം. 58. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ 26 ഡിസംബർ വരെ, അടുത്ത വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ തന്നെ ചില വണ്ടികളൊക്കെ വില വളരെ കുറവും അത്യാവശ്യം നല്ല വണ്ടി. ഞാൻ ബോഡിയാണ് പറയുന്നത്, മെക്കാനിക്കൽ സൈഡ് ഞാൻ കാണുന്നില്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ആ ബീറ്റ്, പിന്നെ വെർണ, അതിൻ്റെയൊക്കെ ഉൾഭാഗമാണെങ്കിലും ബോഡി ആണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ആകെ എനിക്ക് തീരെ മോശമായി പോയെന്ന് തോന്നിയ ടൈപ്പ് ഒരു വണ്ടി പറയാൻ ഇച്ചിരി ഈ സ്കോർപ്പിയോ ഇച്ചിരി പണിയുണ്ട്. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ വണ്ടികളൊന്നും വർഷത്തിൻ്റേതായ പെയിൻറ്റിങ് വർക്കുകൾ ചെറിയ തോതിൽ ഉണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് ഇത്തിരി ക്വാളിറ്റി കുറവ് ഒരു സാൻഡ്രോയും സ്കോർപ്പിയോ മാത്രമേ എനിക്കങ്ങനെ ഫീൽ ചെയ്തോളൂ. ബാക്കി വണ്ടികളെല്ലാം അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെയായിരുന്നു, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വണ്ടികളായിരുന്നു. ഈ പറയുന്ന തുകയിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന നല്ല വണ്ടികളാണ്. പിന്നെ പഴയ വണ്ടിയാണ്, വരുമ്പോൾ ഒരു 10-15 രൂപയും കൂടി കൈ വെച്ച് വേണം വരാൻ. നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് വേണം എടുത്തുകൊണ്ട് പോകാൻ. അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ കൊടുക്കുന്ന കാശിനുള്ള അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങളും കാണിക്കുക. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചെറിയ തുകയിലുള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ